വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റും ക്രീമിയുമായ റഫല പുഡിംഗ് തയ്യാറാക്കാം. ആദ്യം അതിനായിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ്, അര ഗ്ലാസ് തിളച്ച ചൂടുവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കുതിർക്കാൻ വയ്ക്കുക. ശേഷം വിപ്പിംഗ് ക്രീം പൗഡർ എടുക്കാം. ഞാൻ 2 സാഷെ വിപ്പിംഗ് ക്രീം പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു ഗ്ലാസ് തണുപ്പിച്ച പാല് ചേർക്കുന്നുണ്ട്. കുറച്ച് വെനില എസൻസും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുതിർന്ന ചൈന ഗ്രാസ് പൂർണ്ണമായി ഉരുകുന്നത് വരെ ചൂടാക്കി അരിച്ചെടുത്ത് ഈ മിശ്രിതത്തിലേക്ക് നന്നായി ഇളക്കുക. ഇത് ഒരു സെർവിങ് ബോളിലേക്ക് ഒഴിച്ച് കുറഞ്ഞ് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കുക. സെറ്റായതിന് ശേഷം മുകളിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വിതറിയിട്ട് ഒരു ട്രേ അങ്ങനെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു വലിയ ട്രേയിൽ അങ്ങനെയും ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ റഫലോ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് ഉരുട്ടി വീണ്ടും അതിലേക്കൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ പുഡിങ്ങിൻ്റെ മുകളിൽ വെച്ച് സെർവ് ചെയ്താൽ കാണാനും നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ ഇത്രയും ഈസി ആയിട്ട് നമുക്കൊരു അടിപൊളി ഡെസേർട്ട് തയ്യാറാക്കാം. ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം. ഈസി അല്ലേ റെസിപ്പി? അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എന്തായാലും ഫ്ലോപ്പ് ആവില്ല. ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ. താങ്ക് യു.